മിസ് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം 2024 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര പേര് കണ്ടു? അതൊക്കെ പഠിച്ചോ? 2 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, സോ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 uses of PCR in diagnosis. അതായത് നമ്മുടെ പോളിമർ ചെയിൻ റിയാക്ഷന്റെ യൂസസ് എന്തൊക്കെയാണ്, മെഡിക്കൽ ഡയഗ്നോസിന്റെ കേസിൽ എന്തൊക്കെയാണ് നമ്മുടെ PCR മേജർ യൂസസ്. ഫസ്റ്റ് വൺ, very low concentration of a bacteria or a virus can be detected by amplification of their nucleic acid by PCR. അതായത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിലും അതിൽ വളരെ ലോ ആയിട്ടുള്ള മീൻസ് എന്താണ് കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഒക്കെ ഉള്ളതെങ്കിൽ പോലും നമുക്കതിനെ പെട്ടെന്ന് PCR യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് പിന്നെ അത് കൂടാണ്ട് വരുന്ന മറ്റൊരു പോയിന്റ് എന്താണ്, PCR നമുക്ക് HIV ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് മീൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എയ്ഡ്സ് പേഷ്യൻസിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് ആ ഒരു പെർട്ടിക്കുലർ HIV വൈറസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ PCR യൂസ് ചെയ്യാം. പിന്നെ വേറെന്താണ്, ഇവിടെ 2-നൊരു T കൂടുതലുണ്ടല്ലേ. ഓക്കെ, ടു ഡിറ്റക്ട് മ്യൂട്ടേഷൻസ് ഇൻ ജീൻസ് ഇൻ സസ്പെക്റ്റഡ് ക്യാൻസർ പേഷ്യൻസ് ടു. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ജീൻ മ്യൂട്ടേഷൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് പെട്ടെന്ന് PCR യൂസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. Then this is a powerful technique. This is a powerful technique to identify many other genetic disorders. അതായത് നമ്മുടെ ശരീരത്തിൽ ജനറ്റിക്കലി വരുന്ന പല ഡിസോർഡേഴ്സും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ഒരു 3 എണ്ണം പഠിച്ചു വെക്കുക, അത് എഴുതുക. ഓക്കെ, ഒക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. യെസ്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the age distribution is plotted for the population, the resulting structure is called an age pyramid. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. What are the different age groups in a population? പോപ്പുലേഷനിലെ 3 ഏജ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? അതുപോലെ റൈറ്റ് ദ നെയിം ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജ് പിരമിഡ്സ്. എന്താണ് ഏജ് പിരമിഡ്സിന്റെ നെയിം എന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, reproductive and post reproductive. അതാണ് ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജ് പിരമിഡ്സ് എന്തൊക്കെയാണ്, എക്സ്പാൻഡിങ്, സ്റ്റേബിൾ ആൻഡ് ഡിക്ലൈനിങ്. ഇത് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജ് പിരമിഡ്സ്. ഇതൊക്കെ ഇത്രയും മാത്രം എഴുതിയാൽ മതി കേട്ടോ. നിങ്ങളോട് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ മീൻസ് 2ന്റെ നെയിംസ് ഏതൊക്കെയാണെന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ എഴുതിയാൽ മതി. അല്ലാണ്ട് വാരി വലിച്ച് ഈ പറയുന്ന ഡെഫിനിഷൻസ് എഴുതി വെക്കണ്ട. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Artificial hybridization is one of the major approaches of crop improvement program. Write the major processes involved in artificial hybridization. ഇത് എല്ലാ വർഷവും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ആൻസേഴ്സ് പഠിച്ചു വെക്കണം. ഓക്കെ, റൈറ്റ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. റൈറ്റ് ദ മേജർ പ്രോസസ്സസ്, അല്ലാതെ എക്സ്പ്ലെയിൻ ദ മേജർ പ്രോസസ്സസ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വൃത്തിയിൽ വായിക്കുക. എന്നിട്ട് എന്താണോ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് അത് വളരെ നീറ്റായിട്ട് ഒരു ബുള്ളറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വൃത്തിയിൽ എഴുതുക. എന്നാൽ തന്നെ നമുക്ക് സുഖമായിട്ട് മാർക്കിങ് പോരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, സെലക്ഷൻ ഓഫ് പാരൻസ്. ആദ്യത്തെ എന്താണ്, സെലക്ഷൻ ഓഫ് പാരൻസ്. അതായത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു പാരന്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്, അല്ലേ. ഹൈബ്രിഡൈസേഷൻ നടത്തണമെങ്കിൽ 2 പാരൻസ് വേണം, അല്ലേ. ഇനി രണ്ടാമത്തത് എന്താണ്, ദാറ്റ് ഇമാസ്കുലേഷൻ. എന്താണ് ഇമാസ്കുലേഷൻ? അതായത് സെൽഫ് പോളിനേഷൻ. അപ്പോൾ എന്താണ് ഇമാസ്കുലേഷൻ? അതായത് സെൽഫ് പോളിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ നിന്ന് ആന്തറിനെ ഒഴിവാക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ
ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് പ്രോസസ്സ്. ആൻഡ് തേർഡ് വൺ ബാഗിങ്. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് വേറെ ഒന്നും വന്നിട്ട് പോളൻ ഗ്രെയിൻസ് ഒന്നും വന്ന് വീഴാതിരിക്കാനും വേറെ തരത്തിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ കവർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ബാഗിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് വൺ, കളക്ഷൻ ഓഫ് പോളൻ ഫ്രം ദ മെയിൽ പാരന്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ, നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഡസ്റ്റിംഗ് ദ പോളൻ ഗ്രെയിൻ ഓൺ ദ സ്റ്റിഗ്മ. ഓക്കെ, അതാണ് നെക്സ്റ്റ് വൺ. കളക്ട് ചെയ്യുക, അത് ഡസ്റ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി റീബാഗിങ്. ഓക്കെ, നമ്മളത് ബാഗ് ചെയ്തു, എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻസ് നമ്മൾ അവിടെ ഡസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് റീബാഗ് ചെയ്യുക. ഇത്രയാണ് ബേസിക് സിമ്പിൾ സ്റ്റെപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് വേണ്ട, അതുകൊണ്ടാണ് മിസ് എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത്. പക്ഷെ നിങ്ങളത് പഠിച്ചിരിക്കുക. ഓക്കെ, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് DNA. DNA ഐസൊലേഷൻ പ്രോസസ്സ് മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്? അപ്പൊ നമുക്കറിയാം DNA എപ്പോഴും എന്താണ്, എൻക്ലോസ് ചെയ്താണ് കാണപ്പെടുന്നത് അല്ലെ, വിതിൻ ദ മെംബ്രെയിൻസ് ആണ്, മീൻസ് മെംബ്രെയിൻസിനുള്ളിൽ എൻക്ലോസ് ചെയ്താണ് നമ്മൾ DNA കാണുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ DNA പുറത്തെടുക്കണം എന്നെങ്കിൽ നമ്മുടെ പുറത്തുള്ള ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യണം അല്ലെ. ആ സെല്ലിനെ ആദ്യം ബ്രേക്ക് ചെയ്ത് അതിനുശേഷം മാത്രമേ നമുക്ക് DNA പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ട്രീറ്റിംഗ് ദ ബാക്ടീരിയൽ സെൽസ് ഓർ പ്ലാന്റ് ഓർ ആനിമൽ ടിഷ്യൂ വിത്ത് എൻസൈംസ് സച്ച് ആസ് ലൈസോസൈം. അതായത് ബാക്ടീരിയന്റെ കേസിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആരെ വെച്ചിട്ടാണ്, ലൈസോസൈം വെച്ചിട്ടാണ്. ഇനി പ്ലാന്റ് സെൽസിന്റെ കേസിൽ സെല്ലുലേസ് എൻസൈം വെച്ചിട്ട്, അതുപോലെ ഫംഗസിന്റെ കേസിലാണ് കൈറ്റ്നേസ് എൻസൈം വെച്ചിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതാണ് നമ്മുടെ DNA കേസിൽ. ഇനി RNA കേസിലാണെങ്കിൽ RNA ക്യാൻ ബി റിമൂവ്ഡ് ബൈ റൈബോ ന്യൂക്ലിയസ്. ആൻഡ് ഇതിൽ നിന്ന് DNA മാത്രമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കണം അല്ലെ, അതിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ RNA ഒഴിവാക്കണമെങ്കിൽ എന്താ, റൈബോ ന്യൂക്ലിയസ് വെച്ച് ട്രീറ്റ് ചെയ്യുക. പ്രോട്ടീൻസിനെ ആണെങ്കിൽ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് പ്രോട്ടിയേസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ DNA പ്യൂരിഫൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്യൂരിഫൈഡ് DNA അൾട്ടിമേറ്റ്ലി precipitates out after the addition of chilled ethanol. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇതിനെയൊക്കെ നമ്മൾ കൂടെയുള്ള ആൾക്കാരെല്ലാം ചിങ്ങടികളെല്ലാം നമ്മൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്യുവർ ആയിട്ടുള്ള DNA മാത്രം വേണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചിൽഡ് ആൽക്കഹോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും DNA precipitate ചെയ്ത് മാറി വരും. ഓക്കെ, നമുക്ക് വേണ്ടുന്ന ആ പ്യുവറസ്റ്റ് ഫോം മാത്രമായിട്ട് അവിടെ precipitate ചെയ്യും. ഓക്കെ, സോ ദിസ് ക്യാൻ ബി seen as collection of fine threads in the suspension. അതായത് DNA നല്ല ഫൈൻ ത്രെഡ്സ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സസ്പെൻഷന് മുകളിൽ നമുക്ക് ഇങ്ങനെ precipitate ചെയ്ത് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഇങ്ങോട്ട് ഐസൊലേറ്റ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുന്നത് എഴുതാൻ കേട്ടോ. അപ്പൊ ആ ഒരു മേജർ പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ഇതിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, മീൻസ് ഒന്നും കുറേ എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഒത്തിരി എക്സ്പ്ലനേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എന്ത് പോയിന്റ് ആണോ വേണ്ടത് ആ പോയിന്റ് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ പോയിന്റ് തന്നെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്തൊന്ന് മാറ്റി എഴുതുക കേട്ടോ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും PYQസും ആയിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം. അപ്പൊ നിങ്ങൾ PYQs എന്താണേലും ചെയ്ത് പഠിക്കണം. ഏത് എക്സാമിന് പോകുന്നതിന്റെ മുന്നേ ഇപ്പം നെറ്റിലൊക്കെ നിങ്ങൾക്ക് അത്രയും PYQs അവൈലബിൾ ആണ്. കഴിഞ്ഞ 10 വർഷത്തെ നോക്കിയാലും നിങ്ങൾക്ക് അത് കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കുറച്ച് ചാപ്റ്റേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളതല്ലാണ്ട് ഓരോ ടോപ്പിക്സിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ +1 +2 വന്നിട്ടില്ല അല്ലെ. അപ്പൊ ആ ഒരു ടോപ്പിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്ട് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇയർ വൈസ് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ തന്നെ കുറച്ച് ടൈം എടുത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ടൈമർ ഒക്കെ വെച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും. ബോട്ടണിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ബയോളജിക്ക് മാത്രമല്ല മിസ് പറയുന്നത്, ബാക്കി എല്ലാ സബ്ജക്ട്സിലും നിങ്ങൾ ഇത് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. മാത്സിനൊക്കെ സ്പെഷ്യലി നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു
ടൂളാണ് ഈ ഒരു PYQs സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്കും ഇതൊക്കെ പഠിക്കാലോ അല്ലേ. സോ താങ്ക് യു. അപ്പോൾ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ അല്ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.